വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. ഇന്ന് നമുക്ക് ചിക്കൻ മുളകിട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം എടുത്ത് വെച്ചേക്കുന്നതാണത്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറുക്കിയേക്കുന്നത്. ചിക്കൻ മുളകിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് കുക്കറിലാണ് ചെയ്യുന്നത്. ഇത് കുക്കറിൽ ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടുതൽ മൺകലത്തിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മൺകലത്തിലും ചെയ്യാം. ചിക്കൻ മുളകിട്ടതായതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ സവാള വെട്ടാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 2 സവാള എടുത്തിട്ടുണ്ട്. നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണിത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നടുവ് കീറിയതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ടേബിൾ സ്പൂണല്ല, ടീസ്പൂണാണ്, മാറരുത്. ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതേപോലെ മുളക് കറിയൊക്കെ ചെയ്യുമ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഏറ്റവും നല്ലത്. കാരണം എരിവ് കുറവായിരിക്കുള്ളൂ, കറിക്ക് നല്ല കളറും ഉണ്ടാവും. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ചിക്കനൊന്ന് കുറഞ്ഞ തീയിലിട്ടിട്ടൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഈ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ചിക്കനിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിനെ മൂടി വെച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് 2 വിസിൽ വരുത്താം. അപ്പോൾ നമ്മുടെ ചിക്കൻ മുളകിട്ട് റെഡിയായി നോക്കാം. ചിക്കൻ മുളകിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് വേപ്പിലിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സുറുക്ക ഒഴിച്ച് കൊടുക്കുക, അതായത് വിനെഗർ.
പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ മുളകിട്ട റെഡി ആയിട്ടുണ്ട്. ഇത് പത്തിരിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് കുക്കറിൽ. ഇത് ശരിക്ക് മൺകലത്തിൽ വെക്കുകയാണെങ്കിൽ ഇതിലും ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ ഇതിൽ ചേർത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർക്കുക, പക്ഷേ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ചിക്കൻ മുളകിട്ടത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സി യു.